ലൈലത്തുൽ ഇജാബ പ്രാർത്ഥനയുടെ രാത്രിയാണ്, പ്രാർത്ഥനയുടെ രാത്രിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ശഅബാൻ 15-ാം രാവുണ്ടല്ലോ, ഉറങ്ങിക്കളയേണ്ട രാത്രിയല്ല. നിന്റെ പ്രയാസങ്ങൾ പറയാൻ, നിന്റെ ദുഃഖങ്ങൾ പറയാ, നിന്റെ വേദനകൾ പറയാ, നിന്റെ കടങ്ങളെ കുറിച്ച് പറയാ, നീ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന സർവ്വകാര്യങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറയാനുള്ള രാത്രിയാണ് ശഅബാൻ 15. ബറാഅത്തിന്റെ രാവ്. ഉറങ്ങല്ലേ വാപ്പാ, മറക്കല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രാത്രിയാണ് നീ ഹയാത്താക്കേണ്ടത്. നീ മൂന്നാമത് യാസീൻ ഓതുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഒരു നല്ല മരണം എനിക്ക് തരണേ അല്ലാ. വിജയികളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ അല്ലാ. പരിശുദ്ധമായ ശഅബാൻ 15-ാം രാവിന്, ഈ ബറാഅത്തിന് രാവിന് ഒരുപാട് പേരുകളുണ്ട്. ബറാഅത്ത് രാവിന് ഒരുപാട് പേരുകളുണ്ട്. ഹദീസിന്റെ കിതാബുകൾ നോക്ക്, ഒന്നാമത്തെ പേര് തന്നെ ലൈലത്തുൽ മുബാറക. ഈ പരിശുദ്ധമായ ശഅബാൻ 15-ന് അവിടെ നിട്ടിരിക്കുന്ന ഒരു പേര് ലൈലത്തുൽ മുബാറക. എല്ലാവർക്കും ഐശ്വര്യവും നന്മയും ലഭിക്കുന്ന ഒരു ദിനമെന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയും ഐശ്വര്യവും നൽകുക എന്നതാണ് ആ ഒരു ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ. അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് ലോകത്തുള്ള എല്ലാ ബിന്ദുക്കളിലേക്കും ലഭിക്കുക, മലക്കുകളുടെ സാമീപ്യം മനുഷ്യന് ലഭിക്കുക, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന ഒരു പേര്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ കിതാബിൽ കാണാം, രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു ലൈലത്തുൽ ഖിസ്മത്ത്, പങ്കിടുന്ന രാത്രി. ലൈലത്തുൽ, ഈ പരിശുദ്ധമായ ശഅബാൻ 15-ന്റെ രാവിന് അവിടുത്തെ ആ ദിവസത്തിന്റെ രണ്ടാമത്തെ പേര് തന്നെ ലൈലത്തുൽ ഖിസ്മത്ത്, പങ്കിടുന്ന രാത്രി. അള്ളാഹു ഒരു വർഷത്തേക്കുള്ള മുഴുവൻ കാര്യങ്ങളും മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൻ അതാ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഖാല ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ കാര്യങ്ങൾ അല്ലാഹു ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും സർവ്വകാര്യങ്ങൾ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനിച്ച കാര്യങ്ങൾ അല്ലാഹു മലക്കുകളെ ഏൽപ്പിക്കുന്ന ദിവസം. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖിസ്മത്ത്, പങ്കിടുന്ന രാത്രി എന്ന് പറയാൻ കാരണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവ്വകാര്യങ്ങളും. അടുത്ത ഒരു വർഷക്കാലം അസ്റായിലെ റൂഹ് പിടിക്കേണ്ട ലിസ്റ്റ് ഇതാണ്, കൈ കൊടുക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാം. നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ഒരു വർഷക്കാലം റൂഹ് പിടിക്കേണ്ട ആൾക്കാരല്ലാതെ പഞ്ചായത്ത് കൊടുക്കണോ പോലെ ഇങ്ങനെ കൊടുക്കലല്ല, വോട്ട് ലിസ്റ്റ് പോലെ കൊടുക്കലല്ലോ. വർഷാവർഷം അവിടെ നിന്ന് ഒരു ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെ ആരുടെയൊക്കെ റൂഹ് പിടിക്കണം, ആരുടെയൊക്കെ റൂഹ് പിടിക്കണം. ഓരോ മനുഷ്യന്റെ റിസ്ക്, ഓരോ കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ മലക്കുകളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ 15-ാം രാവ്, ബറാഅത്ത് രാവ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 ലൈലത്തുൽ തഖ്ഫീർ, പാപമോചനത്തിന്റെ രാത്രി. ബറാഅത്ത് രാവിന് ഉണ്ട് മൂന്നാമത്തെ പേര് പാപമോചനത്തിന്റെ രാത്രി. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അവിടെ നിന്ന് പറയുന്നു, ലി അന്നഹാ തക്ഫുറു ദുനൂബു സനതി വലൈലത്തുൽ ജുമുഅ തുക്ഫിറു ദൂനൽ സുബ്ഈ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്ന രാത്രിയാ ശഅബാൻ 15-ന്റെ രാത്രി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയേണ്ട രാത്രി. ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. ഒരുപാട് തെറ്റുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഈ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ എടുത്തു പറയേണ്ട ഒരു ദിവസമാണ് ശഅബാൻ 15-ന്റെ രാത്രി. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, അത് ലൈലത്തുൽ തഖ്ഫീർ, പാപമോചനത്തിന്റെ രാത്രി. അങ്ങനെ തന്നെ ആ രാത്രിക്ക് പേരിട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ 4ാമത്തെ പേരുണ്ടെന്നറിയുമോ? ലൈലത്തുൽ ഇജാബ. എന്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഇജാബ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു 5 ലയാലിൻ ലാ യുറദ്ദു ഫീഹാ ദുആ. ലൈലത്തുൽ ജുമുഅത്തി വഅവ്വലു ലൈലത്തിൻ മിൻ റജബ് വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ വലൈലത്തുൽ ഖദ്രി വലൈലത്തുൽ ഈദൈൻ.
5 രാത്രികളിലെ പ്രാർത്ഥനകളുണ്ടല്ലോ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 5 രാത്രിയിലെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5 ദിവസത്തെ ദുആയിക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 5 ദിവസം ആര് ദുആ ചെയ്താലും അള്ളാഹു തള്ളപ്പെടില്ല. ഈ 5 ദിവസം, ഈ 5 രാത്രികളിൽ ആരൊക്കെ, പകലല്ല, ഈ 5 രാത്രികളിൽ ആരൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ അവന്റെ ദുആ അള്ളാഹു തള്ളപ്പെടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് 1 അവിടെ നിന്ന് പറയുകയാ, വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥന സ്വീകരിക്കോ? നിങ്ങൾ പറ, സ്വീകരിക്കോ? വെള്ളിയാഴ്ച രാവിലെ ദുആയിക്ക് ഇജാബത്തുണ്ടോ ഇല്ലേ? ഉറക്കപ്പറ, ഉണ്ടോ? ഉറങ്ങരുത്, ഉണ്ടോ ഇല്ലേ? ഉണ്ട്. നീ ദുആ ചെയ്യാറുണ്ടോ? ഇല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വല്ല ഉണ്ട്, പക്ഷെ ഒന്നും ഇല്ല. ഇന്നലെ വെള്ളിയാഴ്ച രാവായിരുന്നല്ലോ, എത്ര പേര് ദുആ ചെയ്തു? പറയണ്ട, ആലോചിച്ചാൽ മതി. കൈവക്കുവാണെങ്കിൽ ആരും കാണത്തില്ല. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 2 അവിടെ നിന്ന് പറയുകയാണ്, വലൈലത്തു, അവിടെ നിന്ന് പറഞ്ഞു 1 വലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാത്രി. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുന്നു വലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ദുആ സ്വീകരിക്കുമോ? പറ, സ്വീകരിക്കുമോ? സ്വീകരിക്കും. ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആൻ പറഞ്ഞു. അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു. എന്തിന്? നമ്മളെ കുറിച്ച് അല്ലാഹുക്ക് അറിയാം. പക്ഷേ ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചാൽ ലൈലത്തുൽ ബറാഅത്ത് അല്ലാഹു വ്യക്തമാക്കി തന്നില്ലേ? അത് മനസ്സിലാക്കണ്ടേ? ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൈലത്തുൽ ബറാഅത്ത് അല്ലാഹു നമുക്ക് കാണിച്ചു തന്ന ശഅബാൻ 15 ലൈലത്തുൽ ഖദർ ശഅബാൻ റമദാൻ 27 ആണോ? അല്ല. അവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് പറഞ്ഞു തരുന്നു 3 അല്ലാഹു ദുആ സ്വീകരിക്കുന്നു. അവ്വലു ലൈലത്തും മിൻ റജബ്, റജബിന്റെ 1-ാമത്തെ രാത്രി. ഇതേ പോയ റജബിന്റെ 1-ാമത്തെ രാത്രി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റജബിന്റെ 1-ാമത്തെ രാത്രി ദുആയിക്ക് ഇജാബത്തുണ്ട്. അന്നത്തെ ദുആ തള്ളപ്പെടില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രി ദുആ അത് തള്ളപ്പെടില്ല. ആവശ്യമുള്ളവർ ചോദിച്ചു കൊള്ളുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് പറയുന്നു 2 പെരുന്നാളിന്റെ രാത്രി അല്ലേ? നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ അതിന്റെ രാവ്, ഈ ദുആ 5 ദിവസത്തെ ദുആ തള്ളപ്പെടാത്തതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെ? വെള്ളിയാഴ്ച രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ജുമുഅയുടെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി, 3 റജബിന്റെ 1-ാമത്തെ ദിവസം, ശഅബാൻ 15ന്റെ രാത്രി, 2 പെരുന്നാളിന്റെ രാവുകൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പറയുന്നു, ലൈലത്തുൽ ഇജാബ പ്രാർത്ഥനയുടെ രാത്രിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ശഅബാൻ 15-ാം രാവുണ്ടല്ലോ, ഉറങ്ങിക്കളയേണ്ട രാത്രിയല്ല. നിന്റെ പ്രയാസങ്ങൾ പറയാൻ, നിന്റെ ദുഃഖങ്ങൾ പറയാ, നിന്റെ വേദനകൾ പറയാ, നിന്റെ കടങ്ങളെ കുറിച്ച് പറയാ, നീ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന സർവ്വകാര്യങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറയാനുള്ള രാത്രിയാണ് ശഅബാൻ 15. ബറാഅത്തിന്റെ രാവ്. ഉറങ്ങല്ലേ വാപ്പാ, മറക്കല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രാത്രിയാണ് നീ ഹയാത്താക്കേണ്ടത്. സുബ്ഹി വരെ നീ മറക്കരുത്. ആ ദിവസത്തിന്റെ പേരാണ് ലൈലത്തുൽ ഇജാബ. എന്റെ പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ പേരെന്തെന്നറിയുമോ? ലൈലത്തുൽ ഈദിൽ മലായിക. മലക്കുകളുടെ പെരുന്നാളാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഹദീസിൽ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 പെരുന്നാളുള്ളതുപോലെ മലക്കുകൾക്കും 2 പെരുന്നാളുണ്ട്. നമ്മുടെ പെരുന്നാള് പകലിലാണെങ്കിൽ മലക്കുകളുടെ പെരുന്നാള് രാത്രിയിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നൽ മലായികത ഫിസ്സമാ ലൈലൽ ഈദി. അവിടെ നിന്ന് പറയുകയാണ്, അവിടെ നിന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ആ
മലക്കുകൾ ഈദ് പെരുന്നാൾ ആഘോഷിക്കാൻ കടന്നു വരുന്ന 2 രാത്രികളുണ്ട്. ഒന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. അല്ലാഹുവേ, മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും തന്റെ മലക്കുകളും ഭൂമിയിലേക്ക് കടന്നു വരികയാ. പടച്ചവനെ, പെരുന്നാൾ ആഘോഷിക്കാൻ ആരുടെ കൂടെ എന്നറിയുമോ? ഇഅ്തികാഫിരിക്കുന്നവരുടെ കൂടെ, തസ്ബീഹ് നിസ്കരിക്കുന്നവരുടെ കൂടെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ കൂടെ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി അതാ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് പറയുന്ന 2 ലൈലത്തുൽ ബറാ, ശഅബാൻ 15ന്റെ രാത്രിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. ഉറങ്ങുന്നവരെയല്ല, കച്ചവടം നടത്തുന്നവരെയല്ല, മൊബൈലിൽ കുത്തുന്നവരെയല്ല, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവരെയല്ല, തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയല്ല, നിസ്കരിക്കുന്നവരെ കാണാം, ഖുർആൻ ഓതുന്നവരെ കാണാം, ദിക്റുകൾ പറയുന്നവരെ കാണാം, നരകമോചനം ചോദിക്കുന്നവരെ കാണാം, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവരെ കാണാം. അവരുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്, അവരുമായിരിക്കുകയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി മലക്കുകൾ പെരുന്നാൾ ആഘോഷിക്കാൻ കടന്നു വരുന്ന രാത്രിയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശഅബാൻ 15 രാവുണ്ടല്ലോ, അതിന് കൊടുത്തിരിക്കുന്ന 5ാമത്തെ പേരെന്തെന്നറിയുമോ? ലൈലത്തു ഈദിൽ മലായിക. 6ാമത്തെ പേരെന്തെന്നറിയുമോ? ലൈലത്തു ശഫാഅത്തിന്റെ രാത്രിയാ. ശഫാഅത്തിന്റെ രാത്രിയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അനുവാദം കൊടുത്ത രാത്രിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ടാണ് ലൈലത്തുൽ ശഫാഅ എന്ന് പറയുന്ന ഈ പേര് വരാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത പടച്ച റബ്ബ് കൊടുത്ത രാത്രിയാ. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ശഅബാൻ 15ന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ശഅബാൻ 15ന്റെ രാത്രിയാണ്. ശഅബാൻ 15ന്റെ രാത്രിയാണ്. മുത്തുനബി സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്ന് കരയുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുന്ന മുത്തുനബിയെ കണ്ടപ്പോ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പ്രവാചകനെ കണ്ടപ്പോ, ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്നല്ലാഹ അഅതക മിനന്നാർ ലൈലതൻ ബിശഫാഅതി. അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഞാൻ അങ്ങയുടെ സമുദായത്തിൽ ഇന്നത്തെ ദിവസം ഇബാദത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവർ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് പടച്ചവൻ അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കഴിയുന്നവരുണ്ടല്ലോ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവേ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നില്ല. പിന്നെയും സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയാ. പിന്നെയും സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പിന്നെയും ദുആ കൂടുകയാണ്. അപ്പോഴാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ രണ്ടാമതും ഇറങ്ങി വരികയാണ്. റസൂലുള്ള കരയുന്നത് കണ്ടപ്പോ, റസൂലുള്ള ദുആ ചെയ്യുന്നത് കണ്ടപ്പോ, സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്ന മുത്തുനബിയുടെ ചാരത്തേക്ക് അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. ഇന്നല്ലാഹ യഖറഉക അല്ലാഹ് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. വയഖൂലു അഅ്തഖു നിസ്ഫുൽ ഉമ്മത്തി, അങ്ങയുടെ
ഹബീബിന്റെ സമുദായത്തിൽ പകുതി ആൾക്കാരെ സ്വർഗത്തിലേക്ക് കടത്താം. അങ്ങയുടെ സമുദായത്തിൽ പകുതി ആൾക്കാർക്ക് അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത തന്നിരിക്കുകയാ. മുത്തുനബിയോട് പറഞ്ഞു, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് തിരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് പിന്നെയും കടന്ന് കരയുകയാ. മുത്തുനബി പിന്നെയും കടന്ന് കരയുകയാ. ആദ്യം പറഞ്ഞു ഒരു വിഭാഗത്തെ കൊണ്ടുപോകാം, പിന്നെ പറഞ്ഞു പകുതി ആൾക്കാരെ കൊണ്ടുപോകാം. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകന് സുജൂദിൽ നിന്ന് എഴുന്നേക്കാതെ ആ നിസ്കാരപ്പായിൽ കിടന്ന് സുജൂദിൽ കിടന്ന് മുത്തുനബി കരയുകയാ. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു, ഇന്നല്ലാഹ അഅതക ജമീഅ ഉമ്മതിക മിനന്നാരി ബിശഫാഅതി. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിന് എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാം, എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാം. അല്ലാഹു അനുവാദം തന്നിരിക്കുന്നു നബിയേ. എഴുന്നേക്ക് നബിയേ, ഇർഫഅ റഅസക യാ റസൂലല്ലാഹ്. ഒന്ന് തല ഉയർത്തി നബിയേ, ഒന്ന് കരച്ചിൽ നിർത്തി നബിയേ, ഒന്ന് ദുആ ചെയ്യുന്നത് നിർത്തി നബിയേ. അങ്ങയുടെ സമുദായത്തിൽ അങ്ങക്ക് ഇഷ്ടമുള്ളവർക്ക് മുഴുവനും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അല്ലാഹു തന്നിരിക്കുന്നു നബിയേ എന്ന് അല്ലാഹുവിന്റെ മലക്ക് വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞ രാവാ ലൈലത്തുൽ എന്റെ പ്രിയപ്പെട്ടവരിലെ ബറാഅത്തിന്റെ രാവുണ്ടല്ലോ. ഈ ബറാഅത്തിന്റെ രാത്രിയിലാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് 3 പ്രാവശ്യം കടന്നു വന്നു. അവസാനം പറഞ്ഞു, നബിയേ, ആർക്ക് സ്വർഗം കൊടുക്കണോ, ആർക്ക് സ്വർഗം കൊടുക്കണോ, അങ്ങക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അല്ലാഹു തന്നിരിക്കുന്നു നബിയേ. നാളെ പരലോകത്ത് വെച്ച് മുത്തുനബി കാണുമ്പോ എന്റെ കയ്യിൽ പിടിക്കണോ, നിങ്ങളുടെ കയ്യിൽ പിടിക്കണോ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ? അതിന് നീ എന്ത് ചെയ്യണം? അതിന് നീ എന്തേ ചെയ്യേണ്ടത്? മുത്തുനബിയുടെ മാസത്തെ സ്നേഹിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പ്രവാചകൻ സുജൂദിൽ കടന്ന് കരഞ്ഞു ദുആ ചെയ്യാ. ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ഇന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് ശഫാഅത്ത് വരും, നരകമോചനം ഉണ്ട് നബി, എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്തിനാ നബിയെ സുജൂദി കടന്ന് കരയണ? എഴുന്നേക്ക് നബിയെ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞിട്ട് പോയി, ദുആ കുറയുകയല്ല കൂടുകയാ. കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹ് രണ്ടാമതും പറഞ്ഞു വിട്ടു, പോയി പറ ജിബ്രീലേ, അങ്ങയുടെ സമുദായത്തിലെ പകുതി ആൾക്കാർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത ഞാൻ തന്നിട്ടുണ്ട്, പോയി പറ. വന്നു പറഞ്ഞു, മാറ്റമില്ല, കരച്ചല. അവസാനം അങ്ങയുടെ സമുദായത്തിലെ എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത ഞാൻ തന്നിരിക്കുന്നു, പോയി പറ. ഇനിയെങ്കിലും ഒന്ന് എഴുന്നേക്കാൻ പറ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ അല്ലാഹു അർഹത കൊടുത്ത രാവാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസത്തിനെ കുറിച്ച് ലൈലത്തുൽ ഷഫാഅത്തിന്റെ രാത്രി എന്ന് പറയാൻ കാരണം. അപ്പം ഞാൻ പറഞ്ഞത്, അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുത്ത രാത്രിയാണ് ശഅബാൻ 15ന്റെ രാത്രി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ പ്രവാചകന്റെ മാസത്തെ ഒന്ന് സ്നേഹിക്കാത്ത നമുക്കത് കിട്ടുമോ? അവിടെ ചിന്തിക്കേണ്ടത്, എൻ്റെ മാസമെന്ന പ്രവാചകൻ പഠിപ്പിച്ച ഈ മാസത്തെ സ്നേഹിക്കാതെ ആ ശഫാഅത്ത് കിട്ടുമോ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടെ നിന്ന് നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ഈ പറയുന്ന ഈ പരിശുദ്ധമായ ശഅബാനിൻ്റെ 7ാമത്തെ പേര് ലൈലത്തുൽ ബറാ. ലൈലത്തുൽ ബറാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളം പറഞ്ഞാൽ ക്ലീൻ ചീട്ട് നൽകുക എന്ന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഇലക്ഷനൊക്കെ അല്ലേ, ഇലക്ഷനൊക്കെ കൊണ്ട് പത്രിക കൊടുക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അവസാനം ഇവൻ മത്സരിക്കാൻ യോഗ്യനാണെന്ന് പറഞ്ഞ് ക്ലീൻ ചീട്ട് കൊടുക്കാറുണ്ട്, ചിലരുടെയൊക്കെ തള്ളാറുണ്ട് അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇങ്ങനെ പേരിടാനുള്ള കാരണം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ മുന്നിൽ, മലക്കുകൾ അള്ളാഹുടെ മുന്നിൽ കൊണ്ടുപോവാം. അല്ല ഇങ്ങനെ നോക്കുന്നു, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ ഓതലുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അല്ല ഇങ്ങനെ നോക്കും.
ഇതെല്ലാം നോക്കാന്ന് പറഞ്ഞ ഒറ്റയടിക്കല്ല, ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും പരിശോധിക്കാൻ മലക്കുകളുണ്ട് അല്ലേ? നമ്മളിപ്പോ എവിടെങ്കിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ, ഒന്ന് നിയമസഭയ്ക്കകത്തോ രാജ്യസഭയ്ക്കകത്തോ എവിടെങ്കിലൊക്കെ കയറണമെങ്കിൽ എത്ര, എന്തിനാ റെയിൽവേ സ്റ്റേഷനിൽ കയറണമെങ്കിൽ തന്നെ, എന്തിനാണ് ഏതെങ്കിലും ലുലുമാളി പോകണമെങ്കിൽ തന്നെ എത്ര പരിശോധന മെഷീൻ വെച്ചിട്ട് നമ്മളെ പരിശോധിച്ചിട്ടാ കയറ്റ. എയർപോർട്ടിനകത്ത് കയറണമെങ്കിൽ തന്നെ എന്തെല്ലാം പരിശോധന. എൻ്റെ പ്രിയപ്പെട്ടവർ, അപ്പോൾ പരിശോധന എന്തെല്ലാം മെഷീനകത്തൂടെ കേട്ടുന്ന പെട്ടി 2 പ്രാവശ്യം പരിശോധിച്ച് നോക്കും, അകത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് എല്ലാം ഊരി മാറ്റിയിട്ടൊരു പരിശോധന, എന്തെല്ലാം പരിശോധന. അള്ളാഹുവിൻ്റെ 7 കവാടത്തിൽ നിൽക്കുന്ന മലക്കുകളും ഇങ്ങനെ പരിശോധിക്കും. 1ാമത്തെ കവാടത്തിൽ നിൽക്കണ മലക്ക് ഒന്നേ നോക്കത്തുള്ളൂ, അതുണ്ടെങ്കിൽ അപ്പോഴേ വലിച്ചിളഞ്ഞേക്കും. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അടുത്തേക്ക് പോകുമ്പോൾ 2ാമത്തെ മലക്ക് നോക്കും, ഇങ്ങനെയുണ്ടോ, അതുണ്ട്. ഇങ്ങനെ കടന്ന് 8 കവാടവും കടന്ന് 9ാമത്തെ പരിശോധനയും കഴിഞ്ഞു 10ാമത് ഒരു സുബ്ഹാനല്ലാഹ് പോലും അള്ളാഹുടെ മുന്നിൽ എത്താറുള്ളൂ. അപ്പൊ നമ്മുടെ അമലുകൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നോക്കിയിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗുഡ് ബോയാണ്, അൽഹംദുലില്ലാഹ്, ഞാൻ ഇഷ്ടപ്പെട്ടവനാണ്, സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ലീൻ ചീട്ട് കൊടുക്കുന്ന രാത്രിയാ ലൈലത്തുൽ ബറാഅ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവന് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഉള്ളതാണോ ഉസ്താദ്, ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ചരിത്രം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്ന സമയം അള്ളാഹുവിൻ്റെ മലക്കുകളോട് സംസാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ സ്വർഗത്തിൻ്റെ ആയത്തോതിയിട്ട് തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ എന്ന് തുടങ്ങുന്ന ഖുർആനിലെ ആയത്തോതി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കഫൻ തുണി എടുത്ത് മുഖത്തിട്ടിട്ട് മരിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. മഹാനവറുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ ചരിത്രം എടുത്തു നോക്ക്. അവിടെ നിന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരിക്കൽ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കാം. അദ്ദേഹം ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിന്റെ ഇബാദത്തിൽ മുഴുവൻ സാധാരണ ആൾക്കാരൊന്നുമല്ല. മഹാനവറുകൾ മരിച്ചപ്പോൾ ശരീരത്തു വല്ലാത്ത സുഗന്ധമായിരുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിച്ചപ്പോൾ ശരീരത്തു വല്ലാത്ത സുഗന്ധം. ഇങ്ങനെ ചോദിച്ചു, കബറടക്കിയിട്ട് വന്നിട്ട് ചങ്ങാതിമാരൊക്കെ ചോദിച്ചു, എന്തേപ്പാ? ഭാര്യ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, അള്ളാഹുവിനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടുള്ളത്. സ്വന്തം ഭാര്യ പറയാ, ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ഇത്രയും കൂടുതൽ ഭയക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല, എൻ്റെ ഭർത്താവിന്. കാരണം അള്ളാഹിന് അത്രയും പേടിയായിരുന്നു. മഹാനവറുകൾ ഒരിക്കൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പേപ്പർ വന്നു വീണു, ഒരു പച്ച പേപ്പർ. ചരിത്രം പറയാ, ഒരു പേപ്പർ വന്നു വീണു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അള്ളാഹു ക്ലീൻ ചീട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് വന്ന പേപ്പറായിരുന്നു അത്. ക്ലീൻ ചീട്ട്, അൽഹംദുലില്ലാഹ്, നീ സ്വർഗത്തിൻ്റെ അവകാശിയാ എന്ന ചരിത്രങ്ങൾ പോലും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇതൊന്നും ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കെട്ടുകഥയല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ലൈലത്തുൽ ബറാഅ എന്ന് പേര് വരാനുള്ള കാരണം തന്നെ അള്ളാഹു അവന്റെ അടിമകളെ തെരഞ്ഞെടുക്കുന്ന ദിവസം, വിജയികളെ തെരഞ്ഞെടുക്കുന്ന ദിവസം. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 3 യാസീൻ ഓതാൻ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബറാഅത്തിന്റെ രാവിൽ ഈ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ 3 യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞത് വെറുതെയല്ല. എന്തിനാണത് പറഞ്ഞതെന്നറിയുമോ? ഒന്നാമതായിട്ട് അവിടെ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ്? അവന്റെ ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കുവാൻ. ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അവിടെ കരുതണം, അല്ലാഹുവേ എന്റെ ആയുസ് നീ വർദ്ധിപ്പിക്കണേ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ എനിക്ക് തരണേ അല്ലാഹ്. എന്തിനാ ഉസ്താദേ യാസീൻ ഓതുന്നത്? യാസീൻ ഓതുന്ന സമയത്ത് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ നീ ചെയ്യേണ്ട നിയ്യത്ത് എന്ത്? യാസീൻ ഓതുന്നത് എന്ത് നിയ്യത്തിലാണോ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അവിടെ നിയ്യത്ത് ചെയ്യണം, ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനേ നീ എനിക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയ
പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ ദീർഘായുസ് തരണേ എന്ന് മാത്രം ദുആ ചെയ്യരുത്. പിന്നെ എന്ത് ദുആ ചെയ്യണമെന്നറിയുമോ? ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസിനെ ചോദിക്കണേ, ആഫിയത്തുള്ള ദീർഘായുസിനെ ചോദിക്കണേ. അതുകൊണ്ട് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ ഓതുന്നതിന് മുമ്പ് നീ ദുആ ചെയ്യണം, അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. കണ്ടുപിടിക്കാനല്ല, വ്യഭിചരിക്കാനല്ല, സുഖിച്ച് നടക്കാനല്ല, ഇബാദത്ത് ചെയ്യാൻ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒളിവെടുത്ത് അവസാനത്തെ വഖ്ത് കളയാക്കാതെ നിന്റെ മുന്നിൽ നിസ്കരിച്ച് സുജൂദ് ചെയ്തിട്ട് മരിക്കാ. നീ എനിക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഒന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് ചെയ്യേണ്ട നിയ്യത്താ. അങ്ങനെ യാസീൻ ഓതി അത് കഴിഞ്ഞ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ അല്ലാഹുവേ എന്റെ റിസ്കിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എന്റെ ഭക്ഷണത്തിൽ നീ ബർക്കത്ത് തരണം, എന്റെ ജീവിതത്തിൽ നിന്ന് പരീക്ഷണങ്ങൾ മാറ്റി തരണേ റബ്ബേ. എന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, കഴിക്കാൻ കഴിയണമല്ലോ, കഴിക്കാൻ കഴിയണമല്ലോ. എത്രയോ പേര് രോഗം പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, താഴേക്ക് ഭക്ഷണം ഇറക്കാൻ കഴിയാത്തവരുണ്ട്. എത്രയോ ആൾക്കാരുണ്ട്, ഭക്ഷണം ഒരുപാടുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. കുഴലിലൂടെ കയറ്റി കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ജ്യൂസ് അടിച്ചുണ്ടായിരിക്കണ ഷെഫീക്ക് വളാഞ്ചേരിക്കാരനാ. അവന്റെ വീടിന്റെ അടുത്തതാ ഈ ഇരിക്കണ കൊച്ചുകുട്ടി, അത്രയൊന്നുമില്ല, ഒരു ചെറിയൊരു മകനുണ്ട്, ഒരു ചെറിയൊരു കുട്ടി. അവന്റെ ഉമ്മ പണ്ട് ഈ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തൊടിക്കണ എന്തോ ഒരു സാധനം എടുത്ത് കുടിച്ചു കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭക്ഷണവും ഇറങ്ങൂല, ഒരു ഭക്ഷണവും അവന്റെ താഴേക്ക് ഇറങ്ങത്തില്ല. ചെറിയൊരു കുട്ടിയെ 5-6 വയസ്സ് വരും. ആ പൊന്നുമോനെ എൻ്റെ ഉമ്മ, ഞാൻ പോയപ്പോ ഉമ്മ കൊണ്ടുവന്നിട്ട് ഒരു ഉസ്താദിന്റെ മകനാ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് ഭക്ഷണം ഇറങ്ങൂല എൻ്റെ കുട്ടിക്ക്. ഈ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാറുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ 10 ദിവസം കൂടിപ്പോയാൽ 10-15 ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുവരണം എന്തോ ചെയ്യാൻ. അങ്ങനെ എന്തോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു ദിവസം ഈ മിക്സി പോലെ അടിച്ചിട്ട് ചെറിയ എന്തെങ്കിലും കഴിക്കും. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എൻ്റെ അടുക്കൽ ഇങ്ങനെ ഞാൻ അവിടെ വാട്ടി വാഴതിന് പോയപ്പോൾ കുറച്ചാൾ മുമ്പ്, 1 മാസമായിട്ടുണ്ടാകും, ആ ഉമ്മ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ സങ്കടം പറഞ്ഞു, ദുആ ചെയ്യും. ഞാൻ പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? വലിയ പ്രയാസമല്ലേ, വലിയ ബുദ്ധിമുട്ടല്ലേ? അവിടെ നിന്ന് എന്തെങ്കിലും ദുആ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് മുത്തുപ്പേട്ടയെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് മുത്തുപ്പേട്ടയിൽ കൊണ്ടുപോയി ദുആ ചെയ്യും. അവർ പോയി, അവിടെ പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. ഒരാഴ്ച മുമ്പ് കണ്ടപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഇപ്പൊ 25 ദിവസമായി ആദ്യമായിട്ടാ ഇങ്ങനൊരു മാറ്റം. 15 ദിവസം മാക്സിമം പോയാ 15 ദിവസം, 16 അന്ന് വണ്ടി വിളിച്ച് രാത്രി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കുട്ടിയാ. ഇപ്പൊ 10-25 ദിവസമായി അൽഹംദുലില്ലാഹ് മാറ്റമുണ്ട് ഉസ്താദെ, ദുആ ചെയ്യാൻ. അള്ളാഹു പൊന്നുമോന് ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. നാം എത്രയോ പേരെ കാണുന്നുണ്ട് സഹോദര. അതുകൊണ്ടാ പറഞ്ഞത്, ഭക്ഷണം അള്ളാഹുവേ ഈ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ നീ നിയ്യത്ത് ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവേ പടച്ചവനെ നീ എനിക്ക് റിസ്കിൽ ബറക്കത്ത് നൽകണം, അള്ളാഹുവേ പരീക്ഷണങ്ങൾ മാറ്റിത്തരണം. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ പിടിച്ച് വായിൽ ക്യാൻസർ, നാവിൽ ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഓസിൻ്റെ അകത്തുകൂടെ ഇറക്കുന്നൊരവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ, അല്ലാഹ് കാക്കുമാറാകട്ടെ. കണ്ടിട്ടില്ലേ മൂക്കിനകത്തും വായിക്കകത്തും പൈപ്പ് കയറ്റിയിട്ടിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ആൾക്കാരെ? അങ്ങനൊരവസ്ഥ വരരുത്. അതുകൊണ്ടാ പറഞ്ഞത്, നീ യാസീൻ ഓതുന്നതിന് മുമ്പ് നീ അള്ളാഹിനോട് പറയണം, എൻ്റെ റിസ്കിൽ നീ ബർക്കത്ത് നൽകണം. യാചിക്കാൻ പോകേണ്ട അവസ്ഥ വരരുത്. ഒരാളുടെ മുന്നിലും പോയി യാചിക്കേണ്ട ഗതികേട് തരരുത്. അള്ളാഹുവേ നീ എനിക്ക് നല്ല റിസ്ക്, ഹലാലായ റിസ്ക് എനിക്ക് തരണം, അത് കഴിക്കാനുള്ള ഭാഗ്യം നൽകണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത് എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ യാസീനിന് വേണ്ടി ചെയ്യേണ്ട നിയ്യത്തെന്താ? എനിക്ക് നല്ല ഒരു മരണം തരണേ തമ്പുരാനെ, വിജയികളുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണേ അല്ലാ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ മൂന്നാമത് യാസീൻ ഓതുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഒരു നല്ല മരണം എനിക്ക് തരണേ അല്ലാ. വിജയികളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ അല്ലാ. വിജയികളുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണേ അല്ലാ. ഇത് വെറുതെ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫ്ഫന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. വിജയിച്ചവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഈമാനോടുകൂടി മരിച്ചവനാ വിജയിച്ചവന്. ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചവനാ വിജയിച്ചവന്. അതുകൊണ്ട് മൂന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് അല്ലാഹുവോട് നിയ്യത്ത് ചെയ്യണം. അല്ലാ, ഈമാനുള്ള ഒരു മരണം എനിക്ക് തരണേ അല്ലാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവരിൽ എന്നെ നീ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ വരുന്ന ഞായറാഴ്ച രാത്രി നിസാരമല്ല, ഈ ശഅബാൻ 15 രാത്രി നിസാരമല്ല മോനെ. ഒരു കൊല്ലത്തെ കാര്യങ്ങൾ പടച്ച റബ്ബ് തീരുമാനിക്കുന്ന രാത്രിയാ. ആരൊക്കെ ആയുസ് നീട്ടിക്കൊടുക്കണം, ആരുടെ ആയുസ് വെട്ടിക്കുറയ്ക്കണം എന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്കിന്റെ കയ്യിലേക്ക് 1 വർഷം റൂഹ് പിടിക്കാനുള്ളവരുടെ ലിസ്റ്റ് കൊടുക്കുന്ന കാലവാ. അടുത്ത 1 വർഷക്കാലത്തെ ദീർഘായുസ്, അടുത്ത 1 വർഷക്കാലത്തിലെ റിസ്കിലെ വിശാലത. അങ്ങനെ പടച്ച റബ്ബ് ഒരുപാട് കാര്യങ്ങൾ എഴുതി കൊടുക്കുന്ന ദിവസമാണ് ശഅബാൻ 15, ബറാഅത്തിന്റെ രാവ്. നിന്റെ അമലുകൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന രാവാണ്. ഉറങ്ങല്ലേ, കളിക്കല്ലേ, നിസാരമാക്കല്ലേ, തമാശയായി തള്ളല്ലേ. ഒരുപാട് മഹത്വവും പവിത്രതയുമുള്ള രാവാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അന്നത്തെ രാവ് നരകമോചനം നേടാനുള്ളതാണ്, സ്വർഗപ്രവേശനം നേടാനുള്ളതാണ്, പാപങ്ങൾ പൊറുപ്പിക്കാനുള്ളതാണ്, അല്ലാഹുവിന്റെ കരുണ കിട്ടേണ്ട ദിവസമാണ്, പടച്ച റബ്ബിന്റെ കാരുണ്യം ലഭിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഉറങ്ങാതെ ഇബാദത്ത് ചെയ്തോ. ഒരു രാത്രിയെങ്കിലും ഉറക്കമൊഴിയോ, ഒരു രാത്രിയെങ്കിലും ഉറക്കമൊഴിയോ. എന്തിനെന്നറിയുമോ? തിരുവനന്തപുരം RCCയിലേക്ക് കടന്നു പോകൂ, മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോകൂ. പിഞ്ചുമക്കൾക്ക് കിടന്നിട്ട് ഉറക്കം വരാതെ ആ വേദന സഹിക്കാൻ കഴിയാതെ കരയുന്ന മക്കളെ മടിയിൽ വെച്ചിട്ട് ഉറക്കമൊഴിയുന്ന എത്രയോ ഉമ്മമാരെ കാണാം പെങ്ങളെ. എന്തിന് നിന്റെ വീടിന്റെ അകത്ത് വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ നിന്റെ മാതാപിതാക്കളെ കാണുന്നവനല്ലേ. എത്രയോ രോഗം പിടിച്ചവര് വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്നത് കാണുന്നതല്ലോ. അങ്ങനെ കടന്ന് പിടയേണ്ട ഒരവസ്ഥ വരാതിരിക്കാനല്ലോ പാതിരാത്രി എഴുന്നേറ്റ് അല്ലാഹുവേ ഒരു രാത്രി ഇബാദത്ത് ചെയ്യാ, ഒരു രാത്രി അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാ. പടച്ചവൻ നിനക്ക് കരുണ ചെയ്യാ. നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ആ രാത്രി ഇരുന്ന് കരന്നുകൊണ്ട് പറഞ്ഞു. എല്ലാ പാപങ്ങളും പടച്ചവനെ റബ്ബിന്റെ മുന്നിലേക്ക് പറഞ്ഞു തൗബ ചെയ്യേണ്ട രാവല്ലേ. മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുന്ന രാവല്ലേ, തൗബ സ്വീകരിക്കുന്ന രാവല്ലേ, നരകത്തിൽ നിന്ന് സ്വർഗപ്രവേശനം കൊടുക്കുന്ന രാവല്ലേ. അതുകൊണ്ട് സഹോദരാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും ചെയ്തോ. പിറ്റേ ദിവസം പകല് നോമ്പ് പിടിച്ചോ, പിറ്റേ ദിവസം പകല് നോമ്പ് പിടിച്ചോ. അല്ലാഹുവേ അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ വലാ യസീദുൽ ഉംറ ഇല്ലൽ ബിർറു.
അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്. പലർക്കും ദുആ ചെയ്യാൻ മടിയാണ്. വെള്ളിയാഴ്ച രാവിലെ പടച്ചവനെ ദുആ ചെയ്യാൻ പറഞ്ഞ ചെയ്യില്ലല്ലോ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ ശഅബാൻ 15ന്റെ രാത്രിയില് ഈ പള്ളിക്കകത്ത് പടച്ചവനെ യാസീൻ ഓതുമല്ലോ, ഈ പള്ളിയിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ പറയുമല്ലോ, അസ്മാഉൽ ഹുസ്ന പറയുമല്ലോ, ഒരുപാട് അദ്കാറുകൾ പറയുമല്ലോ, റാത്തീബുകൾ പാരായണം ചെയ്യുമല്ലോ. ആ സദസ്സിൽ നിങ്ങൾ പങ്കെടുക്കണേ, അല്ലാഹുവിന്റെ പേര് പറയണേ, അല്ലാഹുവിന്റെ നാമങ്ങൾ പറയണേ, എന്നിട്ട് ദുആ ചെയ്യൂ, ദുആ ചെയ്യൂ, ദുആയിൽ പങ്കെടുക്കൂ. കഴിവിന്റെ പരമാവധി ശഅബാൻ 15ന്റെ ബറാഅത്തിന്റെ രാവിലെ നീ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. കാരണം എന്തെന്നറിയുമോ? ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ. പ്രാർത്ഥനയല്ലാതെ തട്ടിമാറ്റൂല. അല്ലാഹുവിന്റെ തീരുമാനത്തെ തട്ടിമാറ്റാ, പടച്ച റബ്ബിന്റെ തീരുമാനങ്ങളെ തട്ടിമാറ്റാ. നിനക്ക് വരുന്ന വിപത്തുകളുണ്ടല്ലോ, നിനക്ക് വരുന്ന നാശങ്ങളുണ്ടല്ലോ, നിനക്ക് വരുന്ന നഷ്ടങ്ങളുണ്ടല്ലോ, നിനക്ക് വരുന്ന ദുരിതങ്ങളുണ്ടല്ലോ, അത് തട്ടിമാറ്റാൻ ഒന്നിനെ കഴിയൂ, അത് തടയാൻ ഒന്നിനെ കഴിയൂ. ക്യാൻസർ രോഗം അല്ലാഹു തരാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ ആ രോഗത്തിനെ തടയാ നിന്റെ മോനെ നിന്റെ പണം കൊണ്ട് കഴിയുമെന്ന് നീ കരുതണ്ട. സമ്പാദ്യം കൊണ്ട് നിന്റെ വീടും പരിസരവും സർവ്വതും വിറ്റാലും മാറാത്ത രോഗങ്ങളുണ്ടല്ലോ, അതിനെ മാറ്റാൻ ഒന്നുകൊണ്ടേ കഴിയൂ, അതിനെ തടയാൻ ഒന്നുകൊണ്ടേ കഴിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ. അതുകൊണ്ട് ദുആ അധികരിപ്പിച്ചോ, അതുകൊണ്ട് ദുആ അധികരിപ്പിച്ചോ. 2 അസ്സദഖത്തു തുതിഫു ഗളബ റബ്ബി വതദ്ഫഉ മിഅത്തി സൂ. അല്ലാഹുവിന്റെ കോപം തട്ടിമാറ്റാൻ